ഹലോ ഗൈസ്, നമ്മൾ സ്ലോവാക്യയിൽ എത്തിയിട്ട് ഇപ്പോൾ ഒരാഴ്ച ആകുന്നു. ഇത് നമ്മുടെ റൂംമേറ്റ് രൂപേഷ്. നമ്മൾ ആദ്യമേ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ഞങ്ങളുടെ അക്കോമഡേഷനാണ്. അക്കോമഡേഷൻ ഇവിടെ സ്ലോവാക്യയിൽ ബ്രാറ്റിസ്ലാവയ്ക്ക് അടുത്ത് ഇവൻസ്കാ സെസ്റ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ അക്കോമഡേഷൻ. അതിൽ ഇവൻസ്കാ സെസ്റ്റ 50. ഇവിടെ ഓരോ റോഡിനും ഓരോ പേരുകളുണ്ട്. അതിൽ ഇവൻസ്കാ സെസ്റ്റ എന്നാണ് നമ്മുടെ റോഡിൻ്റെ പേര്. അതിൽ തന്നെ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ നമ്പറാണ്. ഓരോ അപ്പാർട്ട്മെൻറ്റിനും ബിൽഡിങ്ങിനും ഓരോ നമ്പർ വെച്ചിട്ടാണ് ഒരു അഡ്രസ്സ് വന്നത്. അപ്പോൾ നമ്മുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇവൻസ്കാ സെസ്റ്റ 50. അവിടെയാണ് നമ്മുടെ അക്കോമഡേഷൻ വരുന്നത്. നമ്മുടെ അക്കോമഡേഷൻ്റെ പേര് പ്രൈമ എന്നാണ് നമ്മുടെ അക്കോമഡേഷൻ്റെ പേര്. നമ്മുടെ അക്കോമഡേഷൻ്റെ കാഴ്ചകളാണ് നമ്മളിന്നിവിടെ പറയാൻ പോണത്. കണ്ടോളൂ നമ്മുടെ അക്കോമഡേഷൻ. ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ, പ്രൈമ ഇവൻസ്കാ സെസ്റ്റ 50. ഇത് അക്കോമഡേഷൻ്റെ പാർക്കിംഗ് ആണ്. കണ്ടോ, ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ്റെ പാർക്കിംഗ് ആണത്. നമ്മൾ അക്കോമഡേഷനിലോട്ട് പോകണതാണ്. അക്കോമഡേഷൻ്റെ അകത്തോട്ട് കയറാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഡേ ടൈമാണ്. അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അക്കോമഡേഷനിലോട്ട് കയറുന്നത് റിസപ്ഷനാണ്. ഇവിടെ നമ്മളകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഇവിടെ കാണുന്നു. അതേപോലെ നമ്മുടെ കയ്യിൽ താക്കോലിൻ്റെ ഒരു ചിപ്പുണ്ട്. ആ ചിപ്പ് ഇവിടെ വെക്കണം. വെരിഫിക്കേഷൻ ആവും. വെരിഫിക്കേഷൻ ആകുമ്പോൾ നമുക്ക് തൊട്ടോ ഇവിടെ നമുക്ക് കോയിനിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഡ്രിങ്ക്സും കാര്യങ്ങളെല്ലാം കിട്ടും. ഫുഡ് ഐറ്റംസ്, ബർഗർ, അതുപോലെ ചായയുടെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 50 സെൻറ്റ്. ക്യാപ്പച്ചീനോ 50 സെൻറ്റ് ഉണ്ടോ. എല്ലാത്തിൻ്റെ പ്രൈസ് ഇവിടെ കാണാം. കൂടാതെ ഇവിടെ കൊക്കോള, ഇവിടുത്തെ നാട്ടിലെ ഫോള കോള ഐറ്റംസ് ഉണ്ട്. അതുപോലെ ബിയർ, 1.5 ലിറ്ററിൻ്റെ ബിയർ എല്ലാം നമുക്കിവിടെ അക്കോമഡേഷൻ്റെ ഫ്രണ്ടിലുണ്ട്. റിസപ്ഷനിൽ ഇവിടെ കോവിനിട്ട് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം വാങ്ങിക്കാവുന്ന സൗകര്യവും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. സ്ലോവാക്യൻ ലാംഗ്വേജിൽ വെൽക്കം എന്നെഴുതിയിരിക്കണത്. പ്രൈമ ഇവൻസ്കാ സെസ്റ്റ. അപ്പം നമുക്ക് റൂമിലോട്ട് പോവാം. ലൈറ്റ് ഓട്ടോമാറ്റിക്കാണ്. നമ്മൾ നടക്കുന്നതനുസരിച്ച് ലൈറ്റിൻ്റെ ഓട്ടോമാറ്റിക് അതിൻ്റെ. ഇനി നമുക്ക് നമ്മുടെ റൂം കാണാം. ഇതാണ് നമ്മുടെ റൂം. 320. ഓരോ റൂമിനും ഓരോ നമ്പറാണ്. ഇത് നമ്മുടെ അടുത്തുള്ള റൂം, ഓപ്പോസിറ്റ് റൂമാണ് 325. നമ്മുടെ അടുത്തുള്ള ആളുകളാണ്. TV ഒക്കെ ഉണ്ട് റൂമിൽ. TV ആണ്. ഹായ് ഫോൺ, ഹൗ ആർ യു? നമ്മുടെ അടുത്തുള്ള റൂംമേറ്റാണ്. ഓക്കെ, 320 കയറി കഴിഞ്ഞാൽ 2 റൂം കാണും. ഒന്ന് 320/3. അതിൽ ഇത് 3 പേർക്ക് കിടക്കാവുന്ന റൂമാണ്. ഇത് 320/2. ഇതാണ് നമ്മുടെ റൂം, 2 പേർക്ക് കിടക്കാവുന്ന റൂം. ഇത് കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ്. ഈ 320-ലുള്ള 2 റൂമിലുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാത്റൂമാണിത്. ഇവിടെ രൂപേഷ് ഇവിടെ ഫോണിൽ നോക്കി എന്തൊക്കെയോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ. നല്ല അക്കോമഡേഷനാണ്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള അക്കോമഡേഷനാണ്. പിന്നെ അവർ ഫ്രിഡ്ജും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം. ഫ്രിഡ്ജും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റൂമിൻ്റെ അകത്ത് തന്നെ ഹീറ്ററും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് രാത്രി തണുപ്പറിയില്ല. ഇതാണ് ഹീറ്റർ. അതുകൊണ്ട് ഹീറ്ററിൻ്റെ പൈപ്പാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് നമുക്ക് റൂമിൽ കാര്യമായി തണുപ്പും കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല.
രാത്രി നമ്മുടെ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ പുറത്തെ കാഴ്ചകൾ നല്ല തണുപ്പാണ്. വിൻഡോ തുറന്നിട്ട് കാറ്റ് നല്ല തണുപ്പാണ്. നമ്മൾ നേരത്തെ വന്നപ്പോൾ കിച്ചണിൽ ആളുണ്ടായിരുന്നു, തിരക്കായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് പോയത്. ഇതാണ് നമ്മുടെ കിച്ചൺ. ആളുകളൊക്കെ പോയി. ഇവിടെ നമുക്ക് 8 പേർക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ അൽഫാമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതിലുണ്ടാക്കാം. 8 പേർക്ക് നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാം. ഓരോ ഫ്ലോറിലും ഓരോ കിച്ചൺ വീതമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം 4 ഫ്ലോർ ഉണ്ടെങ്കിൽ 4 ഫ്ലോറിൽ ഓരോ കിച്ചൺ വീതമുണ്ട്. പുറത്തെ കിച്ചണിൻ്റെ പുറത്തെ കാഴ്ചകൾ. നമ്മുടെ ചോറ് വെച്ചതാണ് ഉച്ചക്കത്തേക്കുള്ളത്. ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ. ഓക്കെ, അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, സീ യു സൂൺ.